ഹലോ, നമസ്കാരം. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യും. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചെട്ടിനാട് സ്റ്റൈൽ വെജിറ്റബിൾ കുറുമയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഗ്രീൻ പീസ് തലേദിവസം തന്നെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളിതൊരു പ്രഷർ കുക്കറിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ തക്കാളി, ചെറിയ ഉള്ളി ഒരു 15-20 എണ്ണം സ്ലൈസ് ചെയ്തതും 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. ഈ ചെട്ടിനാട് വൈറ്റ് കുറുമയ്ക്ക് ഒരു മസാല അരച്ചെടുക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ പറയാം. ഒരു 1/2 മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം, കസ്കസ്, പൊട്ടുകടല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നൊന്നായിട്ട് ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പാന് നന്നായി ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം, ഒപ്പം പച്ചമുളകും. ഇതൊക്കെ ഒന്ന് ലൈറ്റായിട്ട് ചൂടായാൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊട്ടുകടല ആഡ് ചെയ്യാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിക്കാം. അടുത്ത് നമുക്ക് കസ്കസ് ആഡ് ചെയ്യാം. അതൊന്ന് ലൈറ്റായിട്ട് ചൂടാവുമ്പോൾ പെരിഞ്ചീരകം, പെരിഞ്ചീരകം മൂത്ത് നല്ല മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ബ്രൗൺ ഒന്നും ആവണ്ട, വെറുതെ ഒന്ന് ലൈറ്റായിട്ട് കളർ മാറുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് മിക്സിയിൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെട്ടിനാട് കുറുമയ്ക്കുള്ള ഓരോ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മസാല അരച്ച് പേസ്റ്റാക്കി എടുത്തത്, പട്ടാണി വേവിച്ചത്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമുക്കിതിനാവശ്യമുള്ളത് കുറച്ച് ഗരം മസാലയാണ്. അപ്പം അതിന് ഒരു ബിരിയാണി ഇല, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പെരിഞ്ചീരകം, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മൾ താളിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് കിടക്കാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. അതായത് ബിരിയാണി ഇല, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം. ഇതൊന്ന് മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ചേർക്കാം.
ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചത് ചേർക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. ഇത് നല്ലോണം തിളച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർക്കാം. മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് മിക്സി കഴുകിയിട്ട് ആ വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം. ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് മസാല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ചെട്ടിനാട് കുറുമ 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടു. ഈ കുറുമ ഒറിജിനലി വെള്ള കളറിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ ഫോളോ ചെയ്ത റെസിപ്പിയിൽ അവര് മഞ്ഞപ്പൊടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഞാൻ മഞ്ഞപ്പൊടി ചേർത്തു. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാം മഞ്ഞപ്പൊടി ചേർക്കാതെ ഇത് ഉണ്ടാക്കി നോക്കും. അപ്പോഴേ അതിന്റെ ഒത്തന്റിക് കളർ വരുന്നു. ഇതിപ്പോ കുറച്ച് മഞ്ഞ നിറമായിട്ടാണ് ഈ കുറുമ ഇരിക്കുന്നത്. ടേസ്റ്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ കളർ മാത്രം കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മഞ്ഞപ്പൊടി ഒഴിവാക്കുക. അപ്പൊ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കുറുമയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തി റൈസ് എല്ലാത്തിൻ്റെയും കൂടെയും നന്നായിട്ട് പോകുന്ന ഒരു ഡിഷാണ്. അപ്പൊ എന്തായാലും നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.